ഈശോയിലെ പ്രേമുള്ളവരാ, ഒരു കാലത്ത് ഒരുപാട് ആശങ്കകളോടുകൂടെ, ഒരുപാട് വേദനയോടുകൂടെ, എന്തൊരു മോശം ജീവിതമാണ്, എന്തൊരു ജന്മമാണ്, എന്തിനാണ് ഭൂമിയിൽ ജനിച്ചത്, ഇങ്ങനെ സ്വയം ശപിച്ചും സ്വയം ഉണ്ടാകുന്ന ദുരിതങ്ങളോടൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നും തളർന്നിരുന്നും അതൊന്നും പറയാൻ പോലും ഒരാളില്ലാതെയും മനസ്സിലാക്കപ്പെടുന്ന മനുഷ്യരില്ലാതെയും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. പിന്നീടാണ് യേശു ക്രിസ്തു എന്ന അനുഭവത്തിലേക്ക് ഞാൻ വരുന്നത്. ഇന്ന് ഈ നിമിഷം നിങ്ങളെ ഞാൻ അഭിമുഖീകരിക്കുമ്പോൾ ഡിസംബർ 1 ഈശോയുടെ ജനന തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ ഞാൻ അഭിമുഖീകരിക്കുമ്പോൾ നിറകണ്ണുകളോടെ എനിക്ക് പറയാൻ സാധിക്കും, സ്വർഗസ്ഥനായ അപ്പ തന്ന എല്ലാ ദുരിതങ്ങൾക്കും നന്ദി. അത് എൻ്റെ ആത്മാവിനെ കുറിച്ച് അറിയാൻ എനിക്ക് സാധിച്ചു. എൻ്റെ ആത്മാവിനെ കുറിച്ചുള്ള എൻ്റെ പദ്ധതിയാണെന്ന് എനിക്കിപ്പോൾ അറിയാം. അതുകൊണ്ട് തന്ന ദുരിതങ്ങൾക്കെല്ലാം നന്ദി. എന്നോട് ചോദിച്ചിട്ടല്ല എൻ്റെ ജീവിതത്തിൽ മോശം കാര്യങ്ങൾ സംഭവിച്ചത്. ഇപ്പം എന്നോട് ചോദിച്ചിട്ടല്ല എൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങളും സംഭവിക്കുന്നത്. സോ ഇതൊരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ഇപ്പം ഞാൻ പല കാര്യത്തിലും ഇൻവോൾവ് ആകുന്നുണ്ട്. ഞാൻ ശരിക്കും ഈശോയിലേക്ക് വന്നപ്പോഴും എനിക്ക് ലോകത്തിനെ നേരിടാൻ പേടിയാണ്. കാരണം ലോകം എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുള്ളത് കൊണ്ടും മനുഷ്യരിലൂടെ എനിക്ക് ഒത്തിരി മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ടും എനിക്ക് എപ്പോഴും പേടിയാണ് ലോകത്തിനെ അഭിമുഖീകരിക്കാനും ലോകത്തിൻ്റെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആവാനും ഒക്കെ. പക്ഷെ സ്പിരിച്വാലിറ്റിയിൽ ഞാൻ ഒത്തിരി ദൈവകൃപയാൽ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഈ ലോകത്തിനെ അഭിമുഖീകരിക്കാൻ പേടിച്ചിട്ടാണോ ഞാൻ സ്പിരിച്വൽ ആകുന്ന ഒരു അവസ്ഥയിൽ എന്നെ തന്നെ നിലനിർത്തുന്നത്? അപ്പം എനിക്ക് എഴുതാൻ ഇഷ്ടമാണ്, എനിക്ക് കഥകൾ എഴുതാൻ ഇഷ്ടമാണ്, എനിക്ക് സാഹിത്യത്തോട് താല്പര്യമുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകാതെ ഞാൻ എന്നെ തന്നെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കുന്ന പോലെ, എനിക്ക് തെറ്റുപറ്റുമോ, ഇനി എന്നെ ആക്രമിക്കുമോ, ആളുകളിലൂടെ ഞാൻ വേദന അനുഭവിക്കുമോ, മുറിയപ്പെടുമോ, ഇങ്ങനെയൊക്കെ ഒരു പേടിയുണ്ട്. പക്ഷെ നമ്മുടെ കർത്താവ് സ്പിരിച്വാലിറ്റിയിലേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങളെ കുറച്ചു കാലത്തേക്ക് ഒളിപ്പിച്ച് വെക്കും. അത് ഈ ആവനാഴിയിലെ അമ്പ് പോലെ നിന്നെ ഒളിപ്പിച്ച് വെച്ചു എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. നിങ്ങളെ മുറിവേറ്റ, നിങ്ങളെ പാപത്തിൽ വീണുപോയ നിങ്ങളെ ദൈവം അവിടെ നിന്ന് എടുത്ത് ദൈവത്തിൻ്റെ ആ ചുമന്ന മേലങ്ങിക്കുള്ളിൽ ഒളിപ്പിച്ച് വെക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. നിങ്ങളെ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളിൽ സംഭവിക്കും, ഒരു മാറ്റം നിങ്ങളിൽ സംഭവിക്കും. എന്നിട്ട് നിങ്ങളെ ഇങ്ങനെ കുറേ നാളിങ്ങനെ എടുത്തു വെച്ച ആ കോഴിക്കുഞ്ഞിങ്ങനെ വിരിഞ്ഞ് അതൊരു പ്രായമാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇതാകുമ്പോൾ അതിനെ ലോകത്തിലേക്ക് പറഞ്ഞു വിടുന്ന പോലെ നിങ്ങൾ ലോകത്തിലേക്ക് പറഞ്ഞു വിടും. ഈ ലോകത്തിലേക്ക് പറഞ്ഞു വിടുന്ന സമയത്ത് മനുഷ്യന്മാരെ അത്ഭുതപ്പെടുത്തുന്ന ഒരാളായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കും. നിങ്ങളൊരു വെറൈറ്റി മനുഷ്യനായിട്ട് ചിലപ്പോൾ ദൈവം നിങ്ങളെ മാറ്റും. മറ്റുള്ളവരെ പോലെ ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങളുടെ ചിന്താരീതിയും പ്രവർത്തികളൊക്കെ. കാരണം നിങ്ങൾക്ക് ട്രെയിനിങ് തന്നത് സ്വർഗത്തിലെ അപ്പനാണ്. സോ ഞാൻ ലോകത്തിൻ്റെ ഇരുട്ടിലൂടെ പോകുമ്പോഴും ഇപ്പോട്ടോ ഇതിന് കുറച്ച് നാൾ മുമ്പ് വരെ എനിക്ക് അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ലോകത്തിൻ്റെതായ എല്ലാ തരത്തിലുമുള്ള മോശം കാര്യങ്ങളും നല്ല കാര്യങ്ങളും എല്ലാ തരത്തിലുമുള്ള അതിൻ്റെതായ സന്തോഷങ്ങളുടെയൊക്കെ ഇടയിൽ പോകുമ്പോഴും എൻ്റെ വെട്ടം എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലൊരു ദൈവമുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ മക്കളോട് നമ്മൾ അത് തന്നെയല്ലേ പറഞ്ഞു കൊടുക്കുന്നത്. നീ പലയിടങ്ങളിൽ പോകും, പല രാജ്യങ്ങളിലേക്ക് നീ പോകുന്നുണ്ട്, എവിടേക്കൊക്കെ പോയാലും നമ്മൾ പഠിച്ച വാല്യൂസിൽ നമ്മൾ ഉറച്ചു നിൽക്കണമെന്ന് പറയൂലേ, അതുപോലെ നിന്റെ ഉള്ളിലുള്ള വെട്ടമാണ് അതിനെ നയിക്കാൻ പോകുന്നത്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പം തകർന്നിരിക്കുന്നവരാണ്, ജോലി കിട്ടാത്തവരാണ്, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഇപ്പം നിങ്ങൾ പറയാൻ പോകുന്ന എല്ലാ പ്രശ്നവും ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. മാനസികമായി തകരുക, മറ്റുള്ളവർ നമ്മളെ ഒരുപാട് ടോർച്ചർ ചെയ്യുക, ടോക്സിക് റിലേഷൻഷിപ്പുകൾ ഉണ്ടാകുക, ഒരു ശാപം പോലെയൊക്കെ ആളുകൾ വിചാരിക്കുന്ന കുറേ സമയങ്ങളുണ്ട്. ശാപത്തിലൊന്നും വിശ്വസിക്കേണ്ട, പക്ഷെ എങ്കിൽ തന്നെയും എന്തോ ഒന്ന് നമ്മുടെ തലയ്ക്ക് മുകളിൽ ഒരു ഇരുട്ട് പോലെ ഇങ്ങനെ വന്ന് നിൽക്കണമെന്ന് നമുക്ക് തോന്നുന്ന ഒരു കാലഘട്ടം. എത്ര ശ്രമിച്ചിട്ടും ഒന്നും സക്സസ് ആവുന്നില്ല എന്നുള്ളൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിനൊക്കെ അതിജീവിച്ചിട്ട് മറ്റൊരു കാലഘട്ടം ഉണ്ടായിരിക്കും. ഒരു കാലത്ത് മുറിവേറ്റു, മറ്റൊരു കാലത്ത് സൗഖ്യം വരും. ഒരു കാലത്ത് പരാജയപ്പെട്ടു, മറ്റൊരു കാലത്ത് വിജയം ഉണ്ടാകും. ഇന്ന് ഞാൻ ജീവിതത്തെ അഭിമുഖീകരിക്കുന്നു, 2 കരം നീട്ടി അതിനെ സ്വീകരിക്കുന്നു. അത് എൻ്റെ ധൈര്യം കൊണ്ടല്ല, എനിക്കറിയാം ഞാനിപ്പോഴും വീക്ക് തന്നെയാണ്, പക്ഷെ എൻ്റെ ഉള്ളിലുള്ളവൻ ശക്തനാണ്. സോ ദൈവത്തിലേക്ക് വന്ന ഒരു ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വേദികൾ കർത്താവിൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം ശാഖകളുടെ ബലം എന്ന് പറയുന്നത് തായ്തണ്ടിന്റെ ബല എന്ന് പറയില്ല, ആ ഒരു ശിഖിരങ്ങൾ അതിന്റെ ബ്രാഞ്ചസ് അല്ല, ശരിക്കും അതിന്റെ ആ തടിയാണ് അതിനെ നിലനിർത്തുന്നത്. സോ കർത്താവ് പറഞ്ഞ പോലെ നീ എന്നിൽ വേരൂന്നി വളരുക, അല്ലെങ്കിൽ എന്നിൽ ചേർന്ന് നിൽക്കുന്ന ശാഖകൾ ഫലം പുറപ്പെടുവിക്കും. അതാണ് സംഭവിക്കുക. ഈ ഫലം പുറപ്പെടുവിക്കുക എന്ന് പറയുമ്പോൾ സുവിശേഷം പറയാൻ മാത്രമല്ല, ഞാൻ ഒരു കാലത്ത് അത് മാത്രമായിട്ട് ഒതുങ്ങണമെന്ന് ആഗ്രഹിച്ച ആളാണ്. സത്യമായിട്ടും എൻ്റെ ചിന്തകൾ അങ്ങനെ ഒതുങ്ങണം തന്നെയായിരുന്നു. പക്ഷെ ഏതെങ്കിലും ഒരു ധ്യാന കേന്ദ്രത്തിലേക്ക് പോയി അവിടെ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ജീവിച്ച് മരിക്കണം എന്ന് തന്നെ ഞാനും ആഗ്രഹിച്ചു. പക്ഷെ കർത്താവ് നമ്മളെ ഇങ്ങനെ പലതിലേക്കും പറഞ്ഞു വിടും. അപ്പം പുറകിൽ അപ്പനുണ്ട്. നീ ഇതെല്ലാം നിന്റെ ജീവിതമാണിത്, ഭൂമിയിൽ നിന്നെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇപ്പം നമ്മളൊരു സയൻറ്റിസ്റ്റ് ആവാനോ, അല്ലെങ്കിൽ റൈറ്റർ ആവാനോ, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആവാനോ, ഒരു പെയിന്റിങ് ചെയ്യുന്ന ഒരാളാവാനോ, ആരൊക്കെയാണ് നിങ്ങളിൽ എന്താണോ ദൈവം
കഴിവുകൾ തന്നിട്ടുള്ളത് താലന്തുകളുടെ ഉപമ പോലെയാണ്. അതൊക്കെ ദൈവം എടുത്തു നിങ്ങൾ ഉപയോഗിക്കുക. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇരുട്ടിനപ്പുറത്തേക്ക് ഒരു വെളിച്ചമുണ്ട്. അതെൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെയാണ് പറയുന്നത്. ചിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും, പക്ഷെ സന്തോഷം ഉള്ളിൽ നിന്നും വിട്ടുപോകാത്ത ദിവസങ്ങളും നിങ്ങളുടെ ഉള്ളിലുണ്ടാകും. സന്തോഷമായിട്ടിരിക്കണം. ഡിസംബർ മാസം 1-ാം തീയതി ഈശോയുടെ ജനന തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ജീവിതം നിങ്ങൾക്ക് ഒരു കാലത്ത് ദുഃഖം തന്നെങ്കിൽ മറ്റൊരു കാലത്ത് സന്തോഷം വെച്ചിട്ടുണ്ട്. ആ സന്തോഷത്തിലേക്ക് എത്തുന്നതിന് മുൻപ് നിങ്ങൾ ഗിവപ്പ് ചെയ്യരുത്. നിങ്ങൾ വഴിതെറ്റി പോകരുത്. ഇനി എത്ര കാലം എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണ്ട. നമുക്ക് തോന്നും ഇനി എത്ര കാലം, ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇനി എത്ര കാലം സഹിക്കണം അപ്പ. പക്ഷെ ചില സഹനങ്ങളൊന്നും ദൈവം എടുത്തു മാറ്റില്ല. പക്ഷെ അതൊന്നും നിങ്ങളെ തൊടാത്ത രീതിയിൽ, തീച്ചുള്ളിലെ യുവാക്കന്മാരെ പോലെ അതവിടെ ഉണ്ടെങ്കിലും അതൊന്നും നിങ്ങളെ തൊടാത്ത രീതിയിൽ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ദൈവത്തിന് സാധിക്കും. സോ പിന്നെ നമ്മുടെ ഉറപ്പ് എന്താ? ദൈവം കൂടെയുള്ളതാണ് ഉറപ്പ്. ഞാനിങ്ങനെ സന്തോഷത്തിലൂടെ ആയിരിക്കുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ളവർ എന്നോട് ചോദിക്കുവാണ്, ഇതിനിപ്പോൾ എന്താ പറ്റിയത്, ഇപ്പം എന്താ സന്തോഷിക്കുന്ന, മനസ്സിവിടെ ഒന്നും അല്ലല്ലേ? അതായത് സന്തോഷിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ സന്തോഷിച്ചിട്ടേ ഉണ്ടാവില്ല. ചിലപ്പോഴേ നിങ്ങളെപ്പോഴും ടെൻഷൻ അടിച്ചിരിക്കുന്നതായിരിക്കും ആളുകൾ കണ്ടിട്ടുണ്ടാവാം. പക്ഷെ കർത്താവിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ആനന്ദം ഉണ്ടാവണം. നിങ്ങൾ സന്തോഷിക്കുകയാണ്. മനുഷ്യൻ സന്തോഷത്തോടെ ജീവിക്കുന്നതിന് ദൈവം എതിരൊന്നും അല്ലല്ലോ. അപ്പൊ സന്തോഷിക്കുക എന്ന് പറയുന്നത് ഒരു പാപമല്ലല്ലോ. സന്തോഷിക്കുന്ന കാണുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് സന്തോഷിക്കുന്നത്. ജീവിതത്തിൽ ദുരിതങ്ങളുണ്ട്, കാര്യങ്ങളൊന്നും ശരിയായിട്ട് പോകുന്നില്ല, കയ്യിൽ ഒറ്റ പൈസ ഇല്ല, ഒരു തരത്തിലും ഒന്നുമില്ല. മനുഷ്യന്മാരുടെ കാഴ്ചപ്പാട് നോക്കുമ്പോൾ സന്തോഷിക്കാൻ മാത്രമുള്ള ഒന്നും നമുക്കുണ്ടാവില്ല. പക്ഷെ ഉള്ളിലൊരു ദൈവമുണ്ട്, ഉള്ളിലൊരു കർത്താവുണ്ട്. കർത്താവ് നോക്കിക്കോളും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അത് നിങ്ങളെ മനസ്സിന് സമാധാനം കൊണ്ടുവരും. തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ നിങ്ങളെ സഹായിക്കും. ദൈവം നിങ്ങളെ പോറ്റും, ദൈവം നിങ്ങളെ പരിപാലിക്കും. ഇതാണ് വിശ്വാസത്തിന്റെ അടിത്തറയിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന സമയത്ത് കരഞ്ഞു നീർത്ത ദിനങ്ങൾക്ക് അപ്പുറത്തേക്ക് സന്തോഷത്തിന്റെ ഒരു ദിനം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഇരുണ്ട ദിനങ്ങൾക്ക് അപ്പുറത്തേക്ക് പ്രത്യാശയുടെ ദിനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഈ ജനന തിരുനാൾ ജീവിതത്തിന്റെ വലിയ ഒരു മാറ്റത്തിന് കാരണമാകട്ടെ. നിങ്ങളുടെ ഈ മാസം മുഴുവനും പ്രാർത്ഥനയിലായിരുന്നുകൊണ്ട് നിങ്ങളുടെ ആത്മാവിൽ ഒരു ഒരുക്കം ഉണ്ടാകുന്ന സമയത്ത് ദൈവം പറഞ്ഞു തരും, മകളെ ഇതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടായത്, ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഉള്ളത്, ഇനി എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ ദൈവമായുള്ള ഒരു ആത്മബന്ധത്തിലേക്ക് വളരാൻ ഈ ക്രിസ്മസ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.